മക്കളെ, നമ്മുടെ വഴിയും യേശുവിൻ്റെ വഴിയും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട്. യേശു എപ്പോഴും പിതാവിൻ്റെ പക്കലേക്ക് തനിച്ചാണ് പോകുന്നത്. ജീവിതത്തിൽ വല്ലപ്പോഴുമൊക്കെ നമ്മൾ തനിച്ചാകണം പ്രിയപ്പെട്ടവരെ. ഒരർത്ഥത്തിൽ അത് അനുഗ്രഹമാണ്. തനിച്ചാകുമ്പോഴാണ് പ്രാർത്ഥനയിലേക്ക് മടങ്ങുവാൻ നമുക്ക് പ്രേരണയുണ്ടായിത്തീരുന്നത്. തനിച്ചാകുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയം വയ്ക്കാനായിട്ടുള്ള കൃപ നമുക്ക് തരുന്നത്. യേശുവിൻ്റെ വഴിയും യേശുവിലേക്കുള്ള വഴിയും ഇടുങ്ങിയതാണ്, വീതി കുറഞ്ഞതാണ്, ഞെരുക്കമുള്ളതാണ്. ആ വഴിയിൽ കൂടി ആളുകൾ വളരെ കുറവാണ് സഞ്ചരിക്കുന്നത്. ഈശോ പറഞ്ഞില്ലേ, തന്നെ തന്നെ പരിത്യജിച്ച് ദിവസേന തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. 1 മൈൽ നടക്കാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ നടക്കുക. ഒരു കരണത്ത് അടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. നമ്മെ പീഡിപ്പിച്ച ശത്രുക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക. വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞ് മാറാതിരിക്കുക. ആൾക്കൂട്ടത്തിനൊപ്പം നടന്ന നാം വചനം അനുസരിക്കാൻ തുടങ്ങിയാൽ ആൾക്കൂട്ടത്തിനെതിരായി നമ്മൾ നീങ്ങേണ്ടി വരും. തനിച്ചാകേണ്ടി വരും. എന്നാലേ അനേകരെ നമ്മിലൂടെ യേശുവിൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ കുറിച്ചു വയ്ക്കുക. ആമേൻ.